ഹലോ ഗൈസ്, എല്ലാവർക്കും വളർച്ചയ്ക്ക് സ്വാഗതം. ഇന്ന് ബി എസ് എൻ എൽ സെൽഫ് കെയർ ആപ്പ് വെച്ച് എൻ്റെ ഒരു റീചാർജ് ചെയ്യണതാണ് കാണിക്കണം. എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫോൺ നമ്പറുണ്ട് ബി എസ് എൻ എൽ. അത് ഞാൻ 6-7 മാസമായിട്ട് റീചാർജ് ചെയ്തിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു ടോപ്പ് അപ്പ് ചെയ്തില്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ആവുന്നു. അപ്പോൾ ഞാൻ ടോപ്പ് അപ്പ് ചെയ്യാൻ എൻ്റെ പ്ലാൻസ് ചെക്ക് ചെയ്തു. അപ്പോൾ ഇത് പ്ലാൻസ് ചെക്ക് ചെയ്യണ ഭാഗമാണ്. നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാക്കാമല്ലോ, ഞാൻ അധികം നോക്കിയില്ല. ഞാൻ നോക്കിയത് വോയിസ് ആൻഡ് ഡാറ്റയാണ്. വോയിസും ഡാറ്റ സെപ്പറേറ്റ് അല്ല, അപ്പോൾ രണ്ടും ചെയ്യാമല്ലോ. ഇവിടെ എനിക്ക് ബി എസ് എൻ എൽ റീചാർജ് ചെയ്തിട്ടും വലിയ സ്പീഡും കോളിംഗ് ഒന്നും കിട്ടണില്ല. ടവറിൻ്റെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഗുണമുള്ളൂ. അതിൽ നിങ്ങളൊന്ന് കാണിക്കാൻ വെച്ചു. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് കാണും. അതിൽ നെക്സ്റ്റ് എങ്ങനെ റീചാർജ് ചെയ്യാൻ നോക്കാം. ഞാൻ 197 199 മെയിനായിട്ട് നോക്കണം. ബാക്കി പ്ലാൻ ജസ്റ്റ് നോക്കുന്നുണ്ട് എങ്ങനെയാണ്. അപ്പോൾ 199 വോയിസും കോളും അങ്ങനെ പെർ ബീസ് അങ്ങനത്തെ സംഭവമൊക്കെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് അതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് എനിക്ക് നന്നായി തോന്നി. ലോക്കൽ STD, കോൾസ് ആൻഡ് ഡാറ്റ, 2 GB പെർ ഡാറ്റ അങ്ങനെയൊക്കെ വന്നു. അപ്പോൾ എനിക്ക് നന്നായി തോന്നി. അപ്പോൾ 197 കുഴപ്പമില്ല. പക്ഷേ അതിൽ കുറച്ച് ലിമിറ്റ്സ് ഒക്കെ ഉണ്ടാവുന്നത് ഞാൻ ഇതെടുത്തു. ഇത് 100 SMS, അൺലിമിറ്റഡ് കോൾ ആൻഡ് STD, പിന്നെ എന്തൊക്കെയോ 30 days വാലിഡിറ്റി അങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്തു. അപ്പോൾ ഗൂഗിൾ പേ വെച്ച് റീചാർജ് ചെയ്യണം. എൻ്റെ ഫോൺ നമ്പർ കാണിച്ചിട്ടില്ല, കുറച്ച് പ്രൈവസി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗൂഗിൾ പേ ID കാണിച്ചിട്ടില്ല. നിങ്ങൾ അതിലേക്ക് പൈസ അയക്കണമെങ്കിൽ കുഴപ്പമുണ്ടായിട്ടല്ലേ. നിങ്ങൾ അതങ്ങനെ വേറെ എന്തെങ്കിലും സ്കാം ചെയ്യാൻ വെച്ചിട്ട് അത് കാണിച്ചിട്ടൊന്നുമില്ലേ. അപ്പോൾ അത് വെച്ച് നമ്മൾ ID ടൈപ്പ് ചെയ്തു, റീചാർജ് ചെയ്തു. എന്നിട്ട് ഇവരെന്നെ പറ്റിച്ചു ഗൈസ്. ഈ മെസ്സേജ് ഞാൻ കണ്ടോ, ആൾറെഡി ഒരു മേനൊക്കെ ബാലൻസിലോ ടോപ്പ് അപ്പിനോ. ഞാൻ ഒരു ഫസ്റ്റ് ഇത് കണ്ടിട്ടാണ് ടോപ്പ് അപ്പ് ചെയ്തത്. അതിന് വീണ്ടും അതോ നിൽക്കണം. എന്നിട്ട് എനിക്ക് മെസ്സേജ് നിൽക്കാൻ ഡീആക്ടിവേറ്റ് സ്റ്റാറ്റസ് ആണ് ഇപ്പോഴും നിൽക്കണം. ഞാൻ ചമ്മി പോയില്ലേ. പിന്നെ അതിന് കുറച്ച് ഫീച്ചേഴ്സാണ്. ഈ ബി എസ് എൻ സെൽഫ് കെയർ ആപ്പ് ഞാൻ റീചാർജ് ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്തതാണ്. വേറെ ഇതിൽ OTP കൊടുക്കണം, അങ്ങനെ ടാസ്ക്. അപ്പോൾ അത്രയുള്ള ഗൈസ്. താങ്ക് യു.